ഒരു ക്ലാസ് പറയടാ. ചേട്ടാ, ഈ ചിറ്റടുത്ത് ഗൗരിയുടെ വീട്. ഗൗളിയാ? ഗോപേ, ചിറ്റടുത്ത ഗൗരിയുടെ വീടാതാ. ഗൗളിയല്ല ചേട്ടാ, ഗൗരി. ആ ഗൗരി 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 അല്ലേ? അതും നമ്മുടെ കുട്ടി ടീച്ചറേ. ചിറ്റടുത്ത കുട്ടിയല്ലേ? അത് വന്നു, ഞാൻ കൊടുത്തോളാം. അത് ശരിയാവില്ല ചേട്ടാ. ശരിയാവണ്ടെന്ത്? ഞാൻ അവിടുത്തെ പണിക്കാരനെ ധൈര്യമായിട്ട് തന്നോ. അത് ഞാൻ ഒന്ന് പറഞ്ഞു കൊടുത്താടാ. ചേട്ടൻ ധൈര്യപ്പെട്ട് കൊടുത്തോ? സാറേ തന്നെ, ഞാൻ കൊടുത്തോളാം. ധൈര്യമായിട്ട് പൊക്കോ. കണ്ടേ ക്യാഷുണ്ടേ. വിനോദേ, വിനോദേ, നീ എന്താ ഇന്നലെ അമ്പൽ കമ്മിറ്റിക്ക് വരാഞ്ഞത്? ഞാൻ ഇന്നലെ ടൗണ് പോയിരിക്കായിരുന്നുടാ. വരുമ്പോ നേരം വൈകി, അതുകൊണ്ടാ. എന്നാലും വരായിരുന്നു. എല്ലാരും വന്നിരുന്നോ? എല്ലാരും ഉണ്ടായിരുന്നു അവിടെ. എന്താ എന്തേന്ന് കണ്ട കൊച്ചരാ കൊച്ച. എന്റെ അമ്മ ദൈവമേ, നോക്കടാ. എന്തായി ഗുദാ പ്രേമലേഖന കുഞ്ഞാപ്പാടം പൂക്കട കാലം നെഞ്ചിൽ പുഞ്ചിരി വിരിയണ പ്രായം. ഇത് നീ ഗൗരിക്കെഴുതിയ കത്തല്ലടാ. കണ്ണോട് കണ്ണും കുലുക്കുന്ന നേരന്തുട്ടൊക്കെ എഴുതിയിട്ടുള്ളത്. ഏത് തായോ ചതിക്കലടാ, താടാ പ്ലീസ്. അത് വായിക്കലടാ, താടവനാ. ഇതെന്താ കഥ? Papa
നന്നായിട്ടുണ്ട്. ഓ വിളിച്ച കേട്ടോടാ നിനക്ക്. നിന്നെ കുറെ നേരമല്ലേ വിളിക്കണേ. അവളൊരു വായന. ഇനി എന്നെ തൊട്ടാൽ ആയതുകൊണ്ട് ഹർജിക്കാരനും എതിർകക്ഷിയും തമ്മിലുണ്ടായ വിവാഹബന്ധം വേർപ്പെടുത്തി ഹർജിക്കാരന് എതിർകക്ഷിയിൽ നിന്ന് വിവാഹമോചനം അനുവദിച്ചുകൊണ്ട് ഈ കോടതി ഉത്തരവായിരിക്കുന്നു. വിനോദ, ആ നീ എന്താ സൈക്കിള് തള്ളി വരുന്നേ? അത് പഞ്ചറായി. ആ, ഇന്ന് പടവിലേ കൊയ്ത്തായിരുന്നു. ആ, നാളെയാണ് ഞങ്ങളുടെ പടവിലും കൊയ്ത്ത്. വിനോദേ, മോനെ, ഗൗരിയുടെ കാര്യത്തിൽ നിന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു. തറവാട്ട് മഹിമയും പണക്കൊഴുപ്പും കണ്ടപ്പോൾ എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. കല്യാണശേഷം എൻ്റെ മകൾ മനസ്സമാധാനം എന്നത് അറിഞ്ഞിട്ടില്ല. അച്ഛ, ഇനിയെങ്കിലും ആ തെറ്റ് തിരുത്തിക്കൂടാ. ഗൗരിയെ എനിക്ക് തന്നൂടാ. വെറുമൊരു കൗമാര കൗതുകമായിരുന്നില്ല നിന്നോടുള്ള എൻ്റെ പ്രണയം. എൻ്റെ ശ്വാസത്തിൽ പോലും നീ ഉണ്ടായിരുന്നു. എൻ്റെ പാതിയായി, ജീവന്റെ ജീവനായി, അവസാന ശ്വാസം വരെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. പുഞ്ചിരി വിരിയണ പ്രായം